കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസമുക്കിയ യോഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മാതാവും വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിൻ മേഘസുധാ വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതാൽ പ്രതിരഹിത കാരുണ്യത്താൽ ഭക്തിമാർദ്ദൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയൻ നീവയുള്ള മഹിമാവിയലും ദൈവജനത്രേ കന്യകയോ മറിയാമീന്നും വേദമതന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മെതിച്ചോ നിഹനിച്ചോനെ അപരിമാവനതൃത്വൈക സുമിതാവോടൊപ്പം ജീവനെഴും ഋക്കുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. ഭൂമിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്രീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻഗേലോ കൈക്കൊള്ളുവോർക്കൊക്കേഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ത്രീയന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും അബീബായി പാർക്കുമോ. സ്ത്രീയന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരെല്ലാവരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികൾ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെക്കുറിച്ചും സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ടു ശിഷ്യന്മാരെ വേർതിരിച്ചു. തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനംപ്രതി സംവാദിച്ചു പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി. ആമീൻ. അബീബായി പാർക്കുമോ. പൗലോസ്ലിഹാതന്നിൽ ചൊൽകട്ടെ നിദേവം, നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭയിൽ ശാപം. പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തോട്ട് അവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 27 മുതൽ 4-ാം അധ്യായം 5 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏതു മാർഗത്താൽ? കർമ്മമാർഗത്തിലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യർ ന്യായ പ്രമാണത്തിന് പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതേ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ?
അവൻ വിശ്വാസം മൂലം പരിശോധനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെ നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കത്രേ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാവശ്യം എന്ന് പറയേണ്ടു? അബ്രഹാം പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിൽ ഇല്ലതാനും തിരുവഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതിയിരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനു അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ആഹായി പാർക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി ബലികളോട് ചേരിടുവീൻ കർത്തൃപ്രകാരി നിർമ്മല കാഴ്ചയുവാൻ കർത്തനെ സ്തുതി മദ്ദഹാമുമ്പിൽ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെടുന്നത് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിയോസായി എഴുതിയ സുവിശേഷത്തിൽ നിന്നും. വന്നവനും ഒരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാരകാലത്തിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യേശു തമ്പുരാൻ ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ ശരീരം മുഴുവനും കുഷ്ഠം കൊണ്ട് നിറഞ്ഞ ഒരുവൻ വന്ന് യേശു തമ്പുരാനെ കണ്ട് കവണ്ണു വീണ് അവനോട്, എൻ്റെ കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. യേശു തമ്പുരാൻ തൻ്റെ കൈ നീട്ടി അവനെ തൊട്ട് അവനോട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവൻ്റെ കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു തമ്പുരാൻ അവനോട് കൽപ്പിച്ചു, നീ ഇത് ആരോടും പറയരുത്. എന്നാൽ നീ പോയി മോശയ്ക്ക് കൽപ്പിച്ചിട്ടുള്ള പ്രകാരം ആചാര്യന്മാരുടെ സാക്ഷ്യത്തിനായി നിന്നെ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും നിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടിയുള്ള വഴിപാട് അർപ്പിക്കുകയും ചെയ്യുക. യേശു തമ്പുരാനെ കുറിച്ചുള്ള കീർത്തി അധികമായി വ്യാപിച്ചു. അവനിൽ നിന്ന് വചനം കേൾക്കുവാനും രോഗങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനുമായി ധാരാളം ജനങ്ങൾ വന്നുകൊണ്ടിരുന്നു. അവൻ നിർജ്ജനദേശത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സൂര്യാസ്തമയത്തോടുകൂടെ വിവിധ രോഗബാധിതരായ സർവ്വരോഗികളെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരുടെ മേലും കൈവച്ച് അവരെ സൗഖ്യപ്പെടുത്തി. പിശാചുക്കളെയും നീ ദൈവപുത്രനായ മെശിഹായാവുന്നു എന്ന് അട്ടഹസിച്ച് പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് അവൻ ഒഴിപ്പിക്കുകയും ചെയ്തു. താൻ മെശിഹായാവുന്നു എന്ന് അറിഞ്ഞിരുന്നു എന്ന് പറയുവാൻ സമ്മതിക്കാതെ
അവൻ അവരെ വിലക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. സൃഷ്ടിയിലൻപുടയോൻ കാട്ടി ശക്തിയതിങ്ങൾ വിശ്വാസം കൂറിവയറ്റോ തന്നെ നിന്നീച്ചു. പങ്കിലഗാത്രം താൻ നിർമ്മലമാക്കി സുന്ദരനായി താനെഴുന്നേറ്റു. വിസ്മയ വീക്ഷണഹർഷത്താൽ ജനമുദ്ഘോഷിച്ചു. മാനവരക്ഷയ്ക്കാഗതനെ കർത്താവേ ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ബാർഗ്യമോർ സൗമൻഗാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോടും അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതയും ഇടവിടാതെ അർപ്പിക്കുവാൻ ഇടയങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്ന തൻ്റെ ബലിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയ കൃപാന അനുഗ്രഹീതവും മാധുര്യഫലം മഹനീയവുമാകുന്നു. സ്ലീബായിലേക്ക് കയറി ഞങ്ങളെ രക്ഷിക്കുകയും ഊമജന്തുക്കളുടെ ബലിയിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാവുന്ന പെണ്ണാട്ടിൻകുട്ടിയായ കുഞ്ഞാടിന് ദൈവീകമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലഹുന്യമോ സ്വദഹായാൽ ബാറയ്ക്കുമോർ കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാര്യൻ്റെ കൈകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനത്തിൻ്റെ പാപങ്ങളെയും വായിച്ച് ഉത്തമനേ ദേവിതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളെയും നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ.
അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പനിമഞ്ഞ് തെളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപപൊടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കുന്നവരിൽ നിന്നും സ്തോത്രബലി അംഗീകരിക്കുന്ന സർവാധിപതിയായ ദൈവമായ കർത്താവേ, പാപികളും നിന്റെ ദാസരുമാവുന്ന ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ അംഗീകരിക്കണമേ. നിന്റെ വിശുദ്ധ ബലിപീഠത്തിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയ കാഴ്ചകളും ബലികളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായി നിന്റെ റൂഹ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കുർബാനയിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മുഖാന്തരം ആവസിക്കുമാറാകണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ കർത്താവിടുത്തെ ശുശ്രൂഷയ്ക്കുള്ളിൽ അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാനാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ, താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധി മാത്രമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും മനസ്സലിവ് തോന്നി പാപിയായ ഈ നിന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബത്രേ ഉന്മൻവോ
ബാറയ്ക്കുമോർ ദൈവജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ്വമുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സ് പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മാത്രത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, ഈ കുർബാന കർത്താവ് കൈക്കൊള്ളുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ആമീൻ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും ായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഏതു നമസ്കാരത്തിൻ സമയം ഏതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലേറിയിതാ ഇന്നിപ്പോൾ ഈ ആചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും ഈ കുർബാന. പ്രിയരേത് കരുണയുടെയും ആലിവിൻ്റെയും സമയം ദാ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദാ ദൂരസ്ഥർ സവിധസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ അതിനാൽ സോദരരേ വരുവീൻ ഒരു പോൽ കരുണയിരന്നീടാം. ദാദാകൃപ ചെയ്തിടണമേ
നാദാകൃപ ചെയ്യുക കനിവാ നാഥാവോ തരുവരുളി ചെയ്ത് ആണിയാരോട് കൃപ ചെയ്യണമേ. Bargimor stomin galo കർത്താവേ, നിന്റെ ഏകപുത്രൻ മുഖാന്തരം ഈ ആത്മീയമേശനി ഞങ്ങൾക്ക് ഒരുക്കി തന്നുവല്ലോ. രക്താർപ്പിതമല്ലാത്ത ഈ ബലിയർപ്പണം ഞങ്ങളിൽ നിന്ന് അംഗീകരിച്ച് നിന്റെ വിശുദ്ധാത്മദാനം ഞങ്ങൾക്ക് നൽകണമേ. നിർമ്മല ഹൃദയത്തോടും ദിവ്യ സ്നേഹത്തോടും പരസ്പരം സമാധാനം നൽകുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വവുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. Bargimor നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആഴ്ചകാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം തൽശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെ നാളും തൽശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെ നാളും. Bargimor കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായ ഈ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ശാന്തിയും സമാധാനവും നിന്റെ സത്യമായ സ്നേഹവും അനാദ്യന്തമായ നിന്റെ ദൈവത്വത്തിൻ്റെ സ്വാഭാവികമായ കരുണയും ലോകാവസാനത്തോളം ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വവുകൂല സുബാൻ രാജാതിരാജാവേ, കർത്താതി കർത്താവേ, തിരുമുമ്പാകെ വന്നിച്ച് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കരുണാപൂർവം ഞങ്ങളെ നീ വീക്ഷിച്ച് ഹൃദയവെടിപ്പോടും ആത്മവിശുദ്ധിയോടും കൂടെ നിന്റെ വിശുദ്ധ ബലിപീഠത്തിലെ സമീപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വവുകൂല സുബാൻ Bargimor സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ എന്ന് ഈ വന്യാചാര്യന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയെ സൂക്ഷിക്കണം.
എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും ന്യായവുമാകുന്നു. ശുഭേ കർത്താവേ, നന്നാല് മുഖങ്ങളുള്ള ക്രൂബേന്മാരും 6 ചിറകുകളുള്ള ശ്രോഫേന്മാരും നിന്റെ സന്നിധിയിൽ ചുറ്റി നിന്നുകൊണ്ട് നിർമ്മല കീർത്തനങ്ങളാലും ദൈവിക ഗാനങ്ങളാലും നിന്നെ പാടി സ്തുതിച്ച് അഡ്ഡസിക്കുന്നു. അവരോടുകൂടി ഞങ്ങളും ഗാദീഷ് പാടി ഉച്ചേശ്വരം നിന്നെ മഹത്വപ്പെടുത്തുന്നു. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നമുക്ക് വേണ്ടി കർത്താവ് വ്യത്യാസം കൂടാതെ മനുഷ്യനായി തീർന്നപ്പോൾ സ്ലീബായിലേക്ക് വന്ന് ജീവദായകമായ നിന്റെ കഷ്ടാനുഭവത്തിന് മുമ്പായി തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ചു. ബാരേ ഭക്ഷിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തിട്ട് അവരോട്, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പിന്, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാവുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായേ ദൽവോ അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും താനെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാരേ
ഊക്കാതെ താൻ രുചിക്കുകയും തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തിട്ട് അവരോട്, നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനം ചെയ്യുവീൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും കടങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി ചുരുക്കപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായേ ദൽവോലം ഉൽമേ. നിങ്ങളെല്ലാവരും ഈ അപ്പം ഭക്ഷിക്കുകയും ഈ കാസ കുടിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ വരുന്നതുവരെ എൻ്റെ ഓർമ്മയെ അനുഷ്ഠിച്ചുകൊള്ളുവെന്ന് അവരോട് കൽപ്പിച്ചു. ദാമോദോസേനോ. കർത്താവേ, ബലഹീനരും പാപികളും നിന്റെ ദാസരുമാവുന്ന ഞങ്ങൾ നിന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മനുഷ്യ സ്നേഹമുള്ളവരായി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലാവസാനത്തിൽ നീ വെളിപ്പെട്ട് എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന സമയത്ത് നിന്റെ ആരാധകരുടെ മേൽ ദയവ് തോന്നി നിന്റെ അവകാശത്തെ സംരക്ഷിച്ചുകൊള്ളണമേ. അതിനുവേണ്ടി നിന്റെ സഭ മുഴുവനും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്നും പശ്ചാത്താപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാറയ്ക്കുമോർ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധറുക, സ്വർഗമാവുന്ന മേലുള്ളവരിൽ നിന്നും പ്രതാപത്തോടുകൂടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാവുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരും കൂടെ സമാധാനം, ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരവരുള്ളണമേ. കർത്താവേ, എന്നോടുത്തരവരുള്ളണമേ. കർത്താവേ, എന്നോടുത്തരവരുളി. ഉത്തമനെ ദയവ് തോന്നി ഞങ്ങളിൽ കരുണ ചൊരിയണമേ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹ തമ്പുരാന്റെ തിരുശരീരമായി പൂർത്തീകരിക്കുമാറാകട്ടെ.
പരിശുദ്ധ റൂഹ ആവസിച്ച് കലർത്തപ്പെട്ട ഈ കാസായി ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുരക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയ്ക്കും മനസ്സിന്റെ സ്ഥിരതയ്ക്കുമായി തീരണമേ. വിശ്വാസികളായ നിന്റെ ജനങ്ങളിൽ ഒരുവൻ പോലും നഷ്ടപ്പെടുവാനിടയാകാതെ നിന്റെ വിശുദ്ധാത്മാവിനാൽ നിർമ്മലരായി നയിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. ഓശോ വബുകൂല സുബാൻ ഭാരിക്കുമോ ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ ദക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ വിശുദ്ധകളെയും മേച്ചു ഭരിക്കുന്ന ശുദ്ധിവാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബെസിയലോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബൂന്മാർ തീമോത്യോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാർ കുറ്റമില്ലാത്ത ജീവിതത്താൽ വെടിപ്പിലും വിശുദ്ധിയിലും നിന്റെ ആടുകളെ മേച്ചു ഭരിക്കുമാറാകണമേ. നിന്റെ നാമത്തിന്റെ ബഹുമാനത്തിന് പ്രസാദകരമായ ആത്മീയ ആട്ടിൻകൂട്ടമായി വിശ്വാസികളായ നിന്റെ ജനങ്ങളെ അവർ നിനക്ക് സമർപ്പിക്കുമാറാകണമേ. അവർ ഒരുമിച്ച് നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ബാരിക്കുമോർ സർവശക്തമായ കർത്താവേ, പലവിധമായ കടലിൽ വഴിയിലാപ്പെട്ട് നിരാശിച്ചിന് രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികേരി സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരലും ബലഹീനമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വസഭയുടെ മക്കളാകുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യ ഐക്യവൃത്തി ഉണ്ടാകാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ജനങ്ങൾ തിരുമുമ്പാകെ നാശം കൂടാതെ എല്ലായ്പ്പോഴും ജീവിക്കണമേ. ഉത്തമനും മഹാകാരുണ്യവാനുമായ നാഥൻ എന്ന നിലയിൽ നീ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള നന്മകളെയും കാരുണ്യത്തെയും അവർ തിരിച്ചറിയുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ. പാറിക്കുമോർ 4 ഭാഗങ്ങളോ ദൈവത്തിൻ്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ ഭരിക്കുന്നവർക്ക് നിന്റെ വിശുദ്ധ മാലാഹമാരുടെ സൈന്യങ്ങളെ നീ സഹായത്തിന് ചൂടുകണമേ. കഠിന ഉപദ്രവങ്ങളിൽ നിന്നും അദൃശ്യനായ സാത്താന്റെ സകല പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. വിശുദ്ധ സഭയുടെ വിശ്വസ്ത മക്കളായി അവരെ നീ പരിഗണിക്കണമേ. പ്രശാന്തമായ സമാധാനത്തിലും ഐക്യത്തിലും പ്രത്യാശപൂർവ്വം ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു.
ഓശോ വബുകൂല സുബാൻ ലുൻമീ. ബാറയ്ക്കുമോർ ഭൂമിയിലെ സ്ഥലവംശം നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മാത്തുമുള്ളവളും അനുഗപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരുഷന്മാർ നീവ്യന്മാരെയും പ്രസംഗക്കാരെ സ്ത്രീയന്മാരെയും എവങ്കേലിസ്തന്മാരെയും സഹോദയന്മാരെയും ഓന്നന്മാരെയും ഭാഗ്യവാനും തൻ്റെ ജന്മാനും മുന്നോട്ടക്കാരനുമായ മാർ യുഹാനോൻ മംദാനായും സെമ്മസന്മാരിൽ പ്രധാനിയും സഹദേവന് മുമ്പനുമായ പരിശുദ്ധനും മാത്തുളനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തനവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ഇഷ്ടന്മാരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും സംബന്ധിപ്പിക്കണമേ. അവരോടൊരുമിച്ചിട്ടുള്ള ഓഹരിക്ക് ഞങ്ങളെയും അവകാശികളാക്കി തീർക്കണമേ. നിന്റെ രാജ്യത്തിൽ ഒരുവനെ പോലെയും തള്ളിക്കളഞ്ഞ നിന്റെ രാജ്യത്തിൽ അവരെ പോലെ ആനന്ദമനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലുൻമീ. ബാരക്കുമോർ ശ്ലൈകവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാർ സ്ഥലത്ത് ശുദ്ധതയോട് മുൻപോട്ട് നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കയിലും കുസ്തന്തോപോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സെനദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷ്ലീമിനെ 1-ാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദീവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസ്തുതനായ മാർ കുറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെ വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളെ പാത്രിയർഗീസ് മാർ സേവേരിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാർ യാക്കോബ് ബുർദാനായും മാർ അഫ്രൈമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ഷെമോൻ ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ പിതാക്കന്മാരുടെ നേരായ പിന്നടികൾ നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവരുടെ സത്യത്തെ കൗശലമായും വികടമായും ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് വ്യത്യാസപ്പെടുത്തുമാറാകരുതേ. പിന്നെയോ നിനക്ക് പ്രീതികരമായ നിർമ്മലതയോടും നിഷ്കളങ്കതയോടും കൂടെ നിന്റെ നേർവഴിയിൽ ഞങ്ങൾ ജീവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ അബുകൂല സുബാൻ ലുൻമീ. ബാറക്കിമോർ ആരോപികളുടെയും സലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ,
സത്യവിശ്വാസിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനം അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗ്ഗത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോനെന്ന് ടസിച്ച് പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. വന്യനായ ദൈവമേ, സകല നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണയുടെ പ്രത്യാശയിൽ വിശ്രമിച്ച് നിന്റെ കരുണ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതായ ആ ജീവപ്രദമായ ശബ്ദം കേൾക്കുവാൻ അവരെ യോഗ്യരാക്കണവേ. കൃപയോടെ ഞങ്ങൾക്ക് ശാന്തമായ അന്ത്യം നൽകി ദയാപൂർവം ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണവേ. ലോകത്തിൽ പാപം കൂടാതെ പ്രത്യക്ഷനായിട്ടുള്ളത് നിന്റെ ഏകപുത്രൻ ഒരുവൻ മാത്രമാണല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങളാരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ വാങ്ങിപ്പോരിൽ നിന്നും പാപച്ചുമടുകളെ നീക്കിക്കളഞ്ഞ് ഞങ്ങളുടെ നിയമലംഘനങ്ങളെ ക്ഷമിക്കണവേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനും ആയിരിക്കുകയും ചെയ്യണവേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വന്യവുമായി നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ റൂഹായോടും കൂടെ ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തി മൗത്തീകരിക്കപ്പെടുമാറാകണവേ. ഓശോ വബുകൂല സുബാൻ തന്റെ തിരുനാമം വരുന്ന പ്രകാരം തന്നെ എനിക്ക് തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോളം സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിയാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുണ്ടായിരിക്കട്ടെ. ൂടാടുന്നു രോഗാരിഷ്ടൻ ഗേഹഫ്രഷ്ടൻ നേത്രങ്ങൾ തൻ ചാരേ ചെല്ലാൻ പാടില്ലാത്തോ കേട്ടാനന്ദ
മുന്നേറ്റം പൂരിപ്പിക്കും കാരുണ്യാബ്ദേ. സൃഷ്ടി സ്തോത്രം പൂർണ്ണത്വം പൂർണ്ണിലെന്നാളും സ്തോത്രത്തിൽ നീ മോദിക്കുന്നു നാദാ സ്തോത്രം. ഓടാടുന്നു രോഗാരിഷ്ടൻ ഗേഹഭ്രഷ്ടൻ മിത്രങ്ങൾ തൻ ചാരി ചെല്ലാൻ പാടില്ലാത്ത കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും, ഞെരുക്കിയിരിക്കുന്നവർക്ക് ആശ്വാസവും, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും, അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും, സമീപസ്ഥർക്ക് നല്ല കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും, ഭിന്നിച്ചിനിപ്പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും, കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും, വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും, അഗതികൾക്ക് സന്തുഷ്ടിയും, വിധവമാർക്ക് മനോധൈര്യവും സഹായവും, ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും, പാപികൾക്ക് പൂർണ്ണമോചനവും നൽകണമേ. ആചാര്യത്തിന് നല്ല ഉന്നതിയും, ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും, നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും, യുദ്ധങ്ങൾക്ക് ഒതുക്കവും, മരിച്ചവർക്ക് ആശ്വാസവും, ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഇവ നൽകണമേ. കാരുണ്യവാനായ കർത്താവേ, നീ സകലത്തിലും ഉപരിയായി ആഘോഷിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും മൗത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നവനാവുന്നുവല്ലോ. എളിയവരും ദരിദ്രരുമായ നിന്റെ ദാസനാവുന്ന ഞങ്ങളെയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നീ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, പരീക്ഷകളിൽ ഞങ്ങൾ പരാജയപ്പെടുവാൻ നീ അനുവദിക്കരുതേ. പിന്നെയോ അഹങ്കാരിയായ ദുഷ്ടനിൽ നിന്നും വക്രവും വഞ്ചനയുമുള്ള അവൻ്റെ മാർഗത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിന്നെയും നിന്റെ ഏകപുത്രൻ്റെയും വിശുദ്ധ റൂഹായുടെയും ആവുന്നു. ഓശോ വബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാറയ്ക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായി കർത്താവിന് മുമ്പാകുന്ന നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ വിശ്വാസികളായ ജനങ്ങളെ അനുഗ്രഹിക്കണമേ.
അപകടങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ശക്തിക്കതീതമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നിന്റെ മക്കളാവുന്ന ഇവരെ സംരക്ഷിക്കണമേ. ഈ വിശുദ്ധ കുർബാന വെടിപ്പോടുകൂടി ഞങ്ങൾ അനുഭവിച്ച് പാപപരിഹാരവും വിശുദ്ധിയും പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓശോ വബുക്കൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തഹവേ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദിന്തവും അന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഉർവായുമല്ലാതെ പരിശുദ്ധനില്ല. ആയിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ ഉർവായ്ക്കും എന്നേക്കും സ്തുതി. കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാവാനുള്ളതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കത്തേക്കുന്ന ജീവനുള്ള ഏക വിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാറിയോർക്കണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേ ലുയ്യായോ ഹാലേ ലുയ്യാ നിൻവലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ജനമോർക്കായിക പിതൃഗ്രഹവും ബാരിക്കുമോ ബഹുലാ ബോലെ ബറോൽ റോഹോ കാദീശോ മെനമോലം വാദാമൽ വാലം വൽമീനാമി ഭക്തർപുകഴ്ച ഭാജനമേ നിന്നുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാർത്തൻ പക്കലപേക്ഷയണേക്കേണം സൗമൻ കാലോസ് കുറിയേല
സ്ലോമോ മന്നമകൾക്കായി സ്ലോമോ ദൂതവരൻ നിന്നോട് കൂടെ ഉദയമതും വാറിക്കുമോ ബഹുലാ ബോലെ ബറോ അൽ റൂഹോ കാദീശോ അഖില ജഗൽ പതിയേ നായകനായിട്ട് ഘോഷിച്ച അതിബഹുമാനിച്ചോ മറിയ പാലോദ പടവായ്താൻ ഒറിയോറായി മേലൈനോവാദാരി നിർത്തിയിടരുതേ പരിശുദ്ധി ഞങ്ങൾക്കായുള്ളർത്തനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ ഏകാത്മജനോട് ദൈവാൻ മന പോലെ തളർത്തിടുമേ ഹാലേലുയ്യ വളരുമവൻ ലബനോൻ കാരകിൽ ഹൃദയം അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും വായിക്കുമോ പോലെ ബ്രോൽ റോഹോ കാദീശോ ഒരുപോലിങ്ങും മാർത്തോമാസ്ലീഹ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി ലോകർക്കുപകാരം ചൊരിയുന്ന മഹാനിധിയാകും വാണിജ്യമീന സ്വീകൃതനെ ശ്ലോമോ രോഗങ്ങളെയാട്ടി ദുഷ്ടാത്മാക്കളെ നീക്കണമേ നിൻ പ്രാർത്ഥനയാൽ കൃപ നേടട്ടെങ്ങൾ ഭാഗ്യമോ പോലെ ബ്രോൽ റോഹോ കാദീശോ സത്യോദ്യോഗസ്ഥ നീതി തികച്ചിഹവാദത്തം ചെയ്തൊരു നിത്യ ജീവിതമാർജിപ്പാൻ നിർനിദ്രം നോമ്പും പ്രാർത്ഥനയും വിലയുമേറ്റ മാർത്തോമാതൻ സ്മൃതി സ്തുതി മശിഹ മോർ ഗ്രിഗോറിയോസ് ഗുണനിധിയേ സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ശമവും ശാന്തിയുമാവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുക. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ എവങ്കേലിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളാണ്. പ്രത്യേകാൽ നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. കർത്താവായ യേശു തമ്പുരാൻ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ അവൻ്റെ അപേക്ഷകളുടെ മുമ്പിൽ സൗഖ്യം കൊടുക്കുന്ന വലിയ അനുഭവത്തെയാണ് നാം വായിച്ചു കേട്ടത്. നമുക്കറിയാം, നോമ്പിൻ്റെ വായനകളൊക്കെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ പ്രത്യേകാൽ കൂടുതലായിട്ടും കർത്താവിൻ്റെ സൗഖ്യത്തെ പറ്റിയുള്ള വേദഭാഗങ്ങളാണ് നാം അനുസ്മരിക്കുന്നത്. അതിൽ ഏറിയ പങ്കും കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നവരും കർത്താവിൻ്റെ അടുക്കലേക്ക് ചിലരെ കൊണ്ടുവന്നവരും ഒക്കെ അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് പലപ്പോഴും സൗഖ്യം ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെയും കർത്താവ് കടന്നു പോകുമ്പോൾ
കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ, ഒരു പക്ഷെങ്കിൽ പ്രത്യേകാൽ അൻപുടയോന് പകരമായി ഇന്ന് നിങ്ങൾ ചൊല്ലിയ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഊടാടുന്നവൻ, മിത്രങ്ങളുടെ ചാരെ ചെല്ലാൻ കഴിയാത്തവൻ, എല്ലാവരാലും അകറ്റപ്പെട്ടവനാണ്. സമൂഹത്തിൽ ഒരാൾക്ക് കുഷ്ഠമുണ്ടായാൽ അവന് സ്വന്തം വീട്ടിൽ താമസിക്കുവാനായി അനുവാദമില്ല. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വരുവാൻ അവന് അവകാശമില്ല. ദൂരസ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയി പാർക്കേണ്ട അനുഭവങ്ങളാണ്. ആരും സഹായിക്കാനില്ലാതെ, ആരോടും സംസാരിക്കാനില്ലാതെ, എല്ലാവരാലും വെറുക്കപ്പെട്ട്, എല്ലാവരാലും തഴയപ്പെട്ട ഒരു വിഭാഗമായി കുഷ്ഠരോഗികൾ മാറി ജീവിക്കേണ്ടി വരുന്ന ഒരു കാലത്താണ് ഈ സംഭവം നടക്കുന്നു. കർത്താവ് വരുന്നു, അതുവഴി പോകുന്നു എന്നറിഞ്ഞിട്ട് അവൻ ഓടി വന്ന കർത്താവിനോട് പറഞ്ഞ ഒരു വാചകം വളരെ ഹൃദയസ്പർശിയായ ഒന്നാണ്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി ലഭിക്കും. കർത്താവ് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ കൈ നീട്ടി അവനെ തൊട്ട് സൗഖ്യം നൽകുകയാണ്. പലപ്പോഴും കുഷ്ഠരോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുറവാണെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്തവരും അവിടെ താമസിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഇന്ന് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി അത് തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. സഭയ്ക്കും അനേകം സ്ഥാപനങ്ങളുണ്ട് അങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കുകയും അവരുടെ മക്കളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ധാരാളം സ്ഥാപനങ്ങൾ സഭയ്ക്കുമുണ്ട്. അത് നേരിൽ കാണുവാൻ ഇടയായിട്ടുള്ള അനുഭവം ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിന് ഈ വേദഭാഗം എങ്ങനെയാണ് നമുക്ക് ചേർത്ത് വയ്ക്കുവാൻ കഴിയുക? പലപ്പോഴും ഈ കുഷ്ഠരോഗിയുടെ അവസ്ഥയിലാണ് നമുക്ക് ജീവിക്കേണ്ടി വരിക. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കേണ്ടവർ, നമ്മോടൊപ്പം ഉണ്ടാകേണ്ടവർ, നമ്മുടെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും തോട് ചേർന്ന് നിൽക്കേണ്ടവരൊക്കെയും പലപ്പോഴും ഒരു കുഷ്ഠരോഗിയെപ്പോലെ നമ്മെ കാണുകയും ആട്ടിപ്പായിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുഷ്ഠമെന്ന രോഗം നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നുവെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ, കാഴ്ചപ്പാടുകളിൽ, ചിലരോടുള്ള ബന്ധങ്ങളിൽ ഇന്നും കുഷ്ഠരോഗം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരും ഉള്ളവരുമായി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് പല വേർതിരിവുകളുണ്ടാവാം, പലവിധമായ കുറവുകളുണ്ടാവാം, സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകളുണ്ടാവാം, വിദ്യാഭ്യാസപരമായ ഏറ്റക്കുറച്ചിലുണ്ടാകാം. എന്നാൽ ആ ഏറ്റക്കുറച്ചിലുകളെയും ആ മാറ്റി നിർത്തലുകളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ നിർമ്മലമായ മനസ്സോടെ എല്ലാവരെയും ഒരുപോലെ കാണുവാനും സ്നേഹിക്കുവാനും കരുതുവാനും മറ്റുള്ളവരുടെ സങ്കടത്തിൽ അവരെ ചേർത്ത് നിർത്തുവാനും കഴിയുമ്പോഴാണ് ഈ കുഷ്ഠം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്കും നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടതകളെ നീക്കുന്നതോടുകൂടി, നമ്മുടെ കാഴ്ചപ്പാടുകളെ ഒന്ന് മാറ്റി വരയ്ക്കുന്നതിൽ കൂടി ഈ കുഷ്ഠത്തിൻ്റെ അനുഭവത്തെ തുടച്ചു നീക്കുവാനായിട്ട് നമുക്കും കഴിയും. അതുകൊണ്ട് കാഴ്ചപ്പാട് നമ്മളൊന്ന് മാറ്റി വരയ്ക്കണം. സഹോദരങ്ങളോടുള്ള സ്നേഹബന്ധത്തിൽ, ജീവിത പങ്കാളിയോടുള്ള സ്നേഹബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, അയൽക്കാരോടുള്ള ബന്ധത്തിൽ, ഒരേ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവരോട്, ഒരു ദേവാലയത്തിലുള്ള സഹോദരങ്ങളായവരോട്, സമൂഹത്തിൽ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മനുഷ്യരോടും ഒരു സമഭാവനയോടെ, വേർതിരിവിൻ്റെ അനുഭവമില്ലാതെ നല്ല മനസ്സോടെ കാണുവാനും സ്നേഹിക്കുവാനും കരുതുവാനും പങ്കുവയ്ക്കുവാനും കഴിയുമ്പോഴാണ് ഈ നോമ്പ് അർത്ഥവത്താവുന്നത്. അവിടെയാണ് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുവാനും, കർത്താവ് പറയുകയാണ്,
നിന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സുണ്ട്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഈ വായനകളിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കണം. കർത്താവ് സൗഖ്യം കൊടുത്തവർക്കൊക്കെ എഴുന്നേറ്റ് പൊക്കോ, അല്ലെങ്കിൽ ദാ സൗഖ്യം നൽകിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു വിടുകയല്ല. കർത്താവ് ആ സൗഖ്യത്തിൽ അവർക്കൊരു പങ്കുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് മുട്ടി വിളിച്ചിട്ടുള്ളവർക്കേ സൗഖ്യം ലഭിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിച്ചിട്ടുള്ളവരെ, പക്ഷപാത രോഗിയെ മറ്റുള്ളവർ കൊണ്ടുവന്നിട്ടാണ് കർത്താവ് സൗഖ്യം നൽകുക. അതുകൊണ്ട് തിരുസന്നിധിയിൽ നമ്മൾ മുട്ടിവിളിക്കുന്ന അപേക്ഷകൾക്ക് ഉത്തരമുണ്ട് എന്ന ബോധ്യം ആദ്യം നമുക്കുണ്ടാകട്ടെ. കർത്താവ് മഹാകാരുണ്യവാനാണ്. മുമ്പിൽ വന്ന് അപേക്ഷിക്കുന്നവർക്ക് അവരുടെ തെറ്റുകളെ തൂക്കി നോക്കി മാറ്റി നിർത്തുന്നവനല്ല. അവൻ്റെ കരുണയുടെ സമുദ്രത്തിങ്കൽ പാപത്തിന് പരിഹാരം കൊടുത്ത് സൗഖ്യം നൽകുന്ന അനുഗ്രഹങ്ങളെ നൽകുന്നവനാണ്. കർത്താവ് പക്ഷപാത രോഗിയോട് പറഞ്ഞു, സൗഖ്യം കൊടുത്തിട്ട് പറഞ്ഞു, നീ കിടന്ന കട്ടിലെടുത്തുകൊണ്ട് പോവുക. കുഷ്ഠരോഗിയോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക, എഴുന്നേറ്റ് നിന്റെ വിശുദ്ധിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വഴിപാട് കഴിക്കുക, ആചാര്യന്മാർക്ക് നിന്നെ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് സൗഖ്യത്തിൽ, അനുഗ്രഹത്തിൽ നമുക്കും ഒരു പങ്കുണ്ട്. മുട്ടിപ്പായ പ്രാർത്ഥനയോടെ ദൈവം തരുന്ന അനുഗ്രഹങ്ങളുടെ നടുവിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള ബാധ്യതയും കടമയും നമുക്കുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടി വിളിക്കുന്നവരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന വലിയ അനുഭവം ഈ വേദഭാഗത്തിൽ കൂടി നമുക്ക് നൽകുന്നു. ദൈവം തമ്പുരാൻ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റുവാൻ, മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന, മറ്റുള്ളവരെ തള്ളിക്കളയുന്ന അനുഭവങ്ങളെ, ആ കുഷ്ഠത്തിൻ്റെ അനുഭവങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്ന് കഴുകി വെടിപ്പാക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ചാർച്ചും നേരിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേ ലുയ്യോ ഹാലേ ലുയ്യ, നിന്നഭിഷക്ത മുഖം തിരുപ്പിക്കല്ലേ, നിന്ദാസന്ദാവീതിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ, സാക്ഷിയും വാർക്കുമോ. ശുഭഹോല ബോലെ ബറോൽ റോഹോ കാദീശോ ശുചിയോട് ശുദ്ധ്യാബസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ ധ്യാനദ്വാരങ്ങൾ വാനവത്തു വസിക്കേണം സമയകാലസ്കുറിയേലായിസോ. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോട് തുല്യം സൃഷ്ടിയായി മൺമനുദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നിടും, അതു കാണുവാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ വേവി ഗോറും നിറമാ മണ്ണിനുയർച്ചയിലാശ്ചര്യം വാർക്കുമോ. ബഹുല ബോലെ ബറോൽ റോഹോ കാദീശോ ആദ്യാചാരിത്വം കൈക്കൊണ്ടോർമൂച്ചയോടൊന്നീച്ച് അറിയാക്കതു നൽകി മൂശ സ്കറിയായോഹന്നാനേകി യോഹന്നാൻ കർത്താവീനും കർത്താവ് തൻ സ്നേഹന്മാർക്കും നാനാ സൃഷ്ടി വിവാഹങ്ങൾക്കേകി സ്നേഹന്മാർ മുറിയൂറാകി മേലൈനുകാതാരേ ആചാരീഷ മുശിഹാകൂദാശകളർപ്പിച്ചോ ആചാര്യന്മാർ
കേകുക പുണ്യം നാദസ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്യും അതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ മാറിക്കുമോ. മിനോലം മാതാമിനോലം മീനാമീൻ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരനെ ജീവസ്വരമതുണർത്തണമേ. കബരീനുദ്യാനത്തിനായി സ്തവൻ കാലസ്കുറിയേലായിസോ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാറിക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുവോ. പാതാളത്തിൽ പോകാനായി വീണാന എന്നും അവൻ ജീവിപ്പാൻ അങ്ങേത്തിട്ട് മരിച്ചത് ഞാൻ എന്നും കേട്ടാ തന്നരുളിന്നു മഹത്വം ആരാമാതിനുയരേ കർത്താവേ. കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനുള്ള പ്രാർത്ഥന ഏറ്റുകൊള്ളണം. എൻ്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എൻ്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസാകുന്ന പാനീയത്താൽ നിന്റെ ജീവനുള്ള കാസാകുന്ന പാനീയത്താൽ എൻ്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എൻ്റെ കർത്താവിൻ്റെ ദൈവമേ, എന്റെ കർത്താവിന്റെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും പാവങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമീൻ. നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമീൻ. രക്ഷകനുരചിത രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസാൽ ശുദ്ധ്യാ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിനു മുക്തി നേടാൻ പുണ്യമെഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാം. നമ്മുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ തിരുശരീര രക്തങ്ങളാവുന്ന പാപപരിഹാരപ്രദമായി തീക്കട്ടാൽ രണ്ട് ലോകങ്ങളിലും നിത്യമായി
കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും വേണ്ടി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതു മൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ. നിൻമേരക്തങ്ങൾ ഞങ്ങൾക്കച്ചാരം തന്നതിനാൽ വിധിയിൽ നാഥ ചേർക്കരുതേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുവായു അരുളി ചെയ്ത വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയിത്തീരാതെ ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിനും മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമീൻ. സത്യം കാക്കുന്നു ഉത്തമവിധിനാഥ, കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കണമേ. വിശ്വാസാൽ ശുദ്ധ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ. രുധിരം കാ
രക്ഷകനെ നൽകാം. മട്ടസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുമ്പാകെയുള്ള മോപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ മേൽ നിന്റെ അദൃശ്യമായ വലത്ത് നീട്ടി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിയാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചവരും സംബന്ധിക്കാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ, തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന് പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കവറടഞ്ഞോർമൽ ശരണം നീയേ, മൃതതൻ ഉയർപ്പും നീ തന്നെ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും നിനക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യ കുർബാനാനുഭവം ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും സകല നിയമലംഘനങ്ങളുടെ പരിഹാരത്തിനും നിന്നെയും നിന്റെ ഏകപുത്രൻ്റെയും
തിരുനാമ മഹത്വത്തിനുമായി തീരണമേ. ഓശോ വബുകൂല സബാൻ ലുൻമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഭരയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന നിന്റെ ബലിയർപ്പണം മൂലം ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ രക്ഷിതാവാവുന്ന ദൈവമായ കർത്താവേ, സകല വിനാശത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച നിന്റെ തിരുനാമത്തിന് ആലയങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങൾ നിന്റെ ജനവും അവകാശവുമാവുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴെപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാവുന്നു. ഓശോ വബുകൂല സുബാൻ ലുൻമേ. കരുണാവാരിധി വൈദ്യം വന്നാൻ ദീനന്മാർക്കായി പരവശരോഗികളവനിൽ നിന്നും സൗഖ്യം നേടി. കുഷ്ഠത്താലെ സ്വജനഭ്രഷ്ടൻ കരുണയിലാർന്ന ഗുണനിധിനാഥൻ ദീനനു സൗഖ്യം തികവായേ. തൻകരധാരാൽ രോഗാരിഷ്ടത പോക്കിയ നാഥ, പാപപുണ്യമിവരിൽ ദയവായി സൂക്ഷിക്കണമേ. വഷളാമിവരുടെ നിനവും കൃതിയും നീക്കിയിടണമേ. മോഹക്കറകൾ മായിച്ചിടുക യാചിക്കും പരിശുദ്ധന്മാരും നാഥ, പുണ്യം നൽകിയും മരിച്ചോർക്കും. സെലൂൻ ബെസ്ലോമോ ആഹായ് നാബിബായ്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധവും മഹനീയവുമാവുന്ന വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിജയസ്ലേബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രോത്ഥപ്പെട്ടവരുമേ, ഈ തൃത്വം നമ്മുടെ കടങ്ങളെ ക്ഷമിക്കും, തെറ്റുകളെ പോക്കും, വിശ്വാസികളായ നമ്മുടെ വാങ്ങിപ്പോയവരെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസനാം. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും കരുണയും പ്രാപിപ്പാനായിട്ട് തന്നെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലെ പോവുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ആമീൻ. കർത്താവിന്റെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, ബലിയാലും കഷ്ടതമായി ചെന്നു വഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർഗു തുറന്നോരുത്തമനെ
ദാഹം നീക്കിയിട്ടൊഴുകിയ നീരാച്ചോരയതാലും എന്റെ കടങ്ങളെ ശേഷം നിൻ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. രക്ഷ നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാ അതിനാൽ പുണ്യപ്പെട്ടവരോട് എന്നെ യോഗ്യനതാക്കണമേ. കർത്താവേ, നിന്നുടെ നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാതെ പാതകളിലും ഉണ്ടാകട്ടെ. കൃപയുള്ളോന കർത്താവേ, കൃപയിന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക മടിയനതാ മേന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോരി പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. ഉൾക്കൊണ്ടോരി നിന്മയും തിരുരക്തമതും ശിക്ഷ പ്രതികാരങ്ങൾക്കായി തീരാതി കുറ്റങ്ങളനുതകിടണമേ. നിൻവലമത് നിൽക്കുന്നതിനും ധൈര്യസമേതം നിന്മാതാഴ്വരയിൽ കുടിപ്പിക്കും നീയവരെ. കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ച് നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തോരേകും രക്തമതും തീനരകത്തിൽ പാലമതായി തീർന്നേകണമേ. ഹല്ലേലൂയ, ജീവൻ നിത്യം ഭാരിക്കുമോ. മാളിയിൽ തന്തിരുവേനി ഖണ്ഡിച്ചതാമിരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാതന്നിൽ ചേർത്തൊരു ഹല്ലേലൂയ സ്തുതനായി സ്തോത്രം. പുതുജീവൻ നിന്നോട് കൈക്കൊണ്ടോരോ കൈകൾ അവസാനത്തിനെ വിധി സമയത്തെരുതി എൻ രൂക്ഷതയെങ്കിൽ ഞെട്ടിയിടല്ലേ. നിൻ ശൈത്യം കൊണ്ടവതാനെ ഹല്ലേലൂയ നീട്ടപ്പെടണേ. മിനോലം വാദാമിനോലം വൽമീനാമി ഗൂഗിൾ തായിൽ രക്ഷകനാം വൃക്ഷത്തിന്മേ വെച്ചങ്ങ് മരിച്ചു. നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ നഖമതൊഴിച്ചു. ഹല്ലേലൂയ മോദിപ്പിച്ചു. കർത്താവേ, നിന്റെ ദാസന്മാർക്കും ദാസികൾക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ നിനക്ക് അർപ്പിച്ചിരിക്കുന്ന ഈ കുർബാന അവർക്ക് പരിമളവാസനയായി ഭവിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ തിരുവിഷ്ടമിതിൽ പ്രീതിപ്പെട്ട് കരുണയോട് അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. മോറൻ വാലോഹാൻ ജീവൻ മോശ മൃഗബലിയാൽ നൽകി എങ്കിൽ ജീവനും നിൻ ബലിയാലേ വിശ്വാസികളായി മരിച്ചോർക്ക് എത്ര ഗുണം കൂടും. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ഞങ്ങളെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമല്ല ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി വാഴ്ത്തുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ പറയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ഓർത്ത് പറയുമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.